ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു ചെറിയ വെറൈറ്റിക്ക് വേണ്ടി കാണിച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്, അതിന് മുമ്പ് ഫസ്റ്റ് അച്ഛൻ സ്റ്റാറ്റസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2500 രൂപയ്ക്ക് വെച്ചാൽ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാവരും വരാല് പിടിക്കാൻ വേണ്ടിയുള്ള സെറ്റ് തപ്പി നടക്കുക. അപ്പം അങ്ങനെയുള്ളവർക്ക് 2500 രൂപ ബഡ്ജറ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു റോഡും ഒരു റീലും, അത് ബൈക്കാസ്റ്റിലും തരാം, സ്പിന്നിങ്ങിലും തരാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതാണ് കാണിക്കുന്നത്. അത് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ലെവൽ ഒരു 2500-ന് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോംബോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ കോംബോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം വാറണ്ടിക്ക് തരാം. 6 മാസം വാറണ്ടി, ഒടിഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് തരാൻ പറ്റുന്ന വാറണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ എടുത്തുകൊണ്ട് പോയൊരു റോഡാണ്. ഈ റോഡ് അവർ ചേർമീൻ പിടിച്ചിട്ട് ഈ ഭാഗം കൊണ്ട് ഓടിച്ച് കണ്ടോ, ഈ ഭാഗം കൊണ്ട് ഓടിച്ച്. ഇത് പക്ഷേ ഇച്ചിരി കൂടെ ഒക്കെ നല്ല റോഡുകളാണ്, അങ്ങനൊന്നും ഒടിയുന്നതല്ല. പക്ഷേ അവർ ബിഗിനറാണ്, അവർ മീൻ അടിച്ചപ്പോൾ തന്നെ ഇത്രയും പോർഷൻ ഒടിഞ്ഞിരിക്കുക. ഈ ഒടിഞ്ഞിരിക്കുന്ന റോഡ് സാധാരണ യൂസ്ലെസ്സാണ്, നമ്മളെ കൊണ്ടുതരും, നമ്മളത് റിപ്പയർ ചെയ്യും. നമുക്കിപ്പോൾ റിപ്പയർ ചെയ്യും, അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇത് റിപ്പയർ ചെയ്യുന്നത്, അതാദ്യം മനസ്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡും റീലും ലൈനൊക്കെ എല്ലാ ഷോപ്പുകളിലും ഉള്ളതാണ്. നമ്മുടെ ഷോപ്പിൽ നല്ല എല്ലാ ഷോപ്പുകളിലും ഉള്ള. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു 100 രൂപ 150 രൂപ കൊറിയർ ചാർജ് കൂടെ വരും. അപ്പോൾ ആ 2500 എന്നുള്ളത് ചിലപ്പോൾ 2650 രൂപ റേറ്റ് വരും. പക്ഷേ എല്ലാ ഷോപ്പിലും ഉണ്ട്, നിങ്ങൾ എല്ലാ ഷോപ്പുകാരെയും തിരക്കിയാൽ മതി. നമുക്കിപ്പം അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാനിപ്പം പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാലുള്ള ഒരേ ഒരു ബെനിഫിറ്റ് ഇതാണ്, ഒടിഞ്ഞോ പറഞ്ഞോ പോയി കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ റിപ്പയർ ചെയ്ത് തരും. 6 മാസം വാറണ്ടി വരും. അതാണ് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. നീ അത് ഓഫാക്കിയത് അല്ല, അത് വിടാം, കട്ട് ചെയ്തെടുക്കാം, അറിയല്ലോ. അപ്പം പിന്നെ എന്താ പറയാനാ, അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം കാണിക്കാൻ പോകുന്ന ഒരു 2500 രൂപയ്ക്കകത്ത് വരുന്ന ഒരു സ്പിന്നിങ് സെറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ലുക്കാനയുടെ സ്ട്രീക്ക് എന്ന് പറയുന്നൊരു മിഷൻ, ടെറിയുടെ ഒരു 7 ഫീറ്റിൻ്റെ റോഡ്. ഏതാണ് അസാസിൻ എന്ന് പറയുന്ന ടെറിയുടെ ഒരു 7 ഫീറ്റിൻ്റെ റോഡ് എല്ലാ കടയിലും കാണും. ബഡ്ജറ്റ് കുറവുള്ള മെറ്റീരിയൽസാണ്. പിന്നെ ഒരു ബ്രൈഡൽ ലൈന്, 2 ഫ്രോഗ്, ഒരു ലീഡർ ലൈന്, അതിന് വേണ്ട സ്നാപ്പ്, സിവില് സാധനങ്ങളെല്ലാം കൂടെ വരുന്ന ഒരു സെറ്റ് 2500 രൂപയ്ക്ക് നമ്മൾ തരും. 2500 രൂപയ്ക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 6 മാസം വരെ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഇൻ കേസ് ഒടിവോ ചതവോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്ത് തരും റോഡ്. പിന്നെ ഈ ഗൈഡുകളൊക്കെ പൊട്ടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗൈഡിൻ്റെ പൈസ നമ്മൾ വാങ്ങിക്കും, റിപ്പയർ ചെയ്ത് തരും, ഗൈഡിൻ്റെ പൈസ നമ്മൾ വാങ്ങിക്കും. മിഷനാണെന്നുണ്ടെങ്കിലും സർവീസ് ചെയ്യുന്ന കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ സ്പെയർ പോയി കഴിഞ്ഞാൽ മാത്രമേ സ്പെയറിൻ്റെ കാശ് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വാറണ്ടിയുടെ ഇത്. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പോസിബിളാണ്. നിങ്ങളുടെ ഇരിക്കുന്ന പന്ന സാധനങ്ങൾ, കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് സ്പിന്നിങ്ങിൻ്റെ 2500-ന് വരുന്ന കോംബോ. അപ്പം വാറണ്ടിക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. വാറണ്ടിക്ക് നമ്മൾ തരുമ്പം ഇതേപോലൊരു വാറണ്ടി കാർഡ് അടിച്ചായിരിക്കും തരുന്നത്. പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം തന്നെ. ഇതിനകത്തൊരു 6 സർവീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. പിന്നെ നമ്മൾ ഒന്നുകൂടെ വീഡിയോ ചെയ്തപ്പോൾ ഒന്നുകൂടെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അത്രയും സംഭവങ്ങളുള്ള ഒരു വാറണ്ടി കാർഡ് സഹിതമായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത്. വെറും 2500 രൂപയുടെ കോമ്പോയ്ക്ക് വരെ നമ്മൾ വാറണ്ടി തരുന്നുണ്ട്. വാറണ്ടി തരുന്നത് വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ തരുന്നതിൻ്റെ മെയിൻ കാര്യം, നമ്മുടെ ഷോപ്പിൽ ഞാൻ തന്നെ സർവീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വാറണ്ടി തരാൻ പറ്റും. കാരണം നമുക്ക് ഷോപ്പിലൊരു വെറൈറ്റി ഉണ്ടാകണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ സർവീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതപ്പോൾ മറ്റൊരു ഷോപ്പുകാരെയും നമ്മൾ താഴ്ത്തി കെട്ടാൻ വേണ്ടിയോ അല്ല വേറെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. എൻ്റെ കയ്യിലുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് ഞാനത് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്കൊരു കസ്റ്റമറിന് ഒരു വിശ്വാസത്തോടെ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാ ഷോപ്പുകാരും അവർക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നത്. ആരെയും നമ്മൾ മോശപ്പെടുത്തത്തില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ വില താത്ത് തരുന്ന ഷോപ്പുകാരെ മാത്രമേ ഞാൻ ഒരിച്ചിരി ഇത് പറയത്തുള്ളൂ. കാരണം വില താത്ത് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടക്കാർക്കും ഒരേ മാർജിനിൽ വിൽക്കേണ്ട സാധനമാണ്. അപ്പോൾ അവിടെ വില താത്ത് കൊടുത്തിട്ട് കച്ചവടം പിടിക്കുമ്പം
അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരങ്ങനെ അവരുടെ വിചാരം ഒരുപാട് ആൾക്കാർ കയറി വരും, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഒത്തിരി കച്ചവടം നടക്കുന്നതാണ്. അങ്ങനെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൂടുതൽ ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അവർക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം കുറേ ടാക്കിൾസുകാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അവർ 1-2 പീസ് എടുത്ത് വെച്ചിട്ട് വില താത്ത് കൊടുക്കുമ്പം കസ്റ്റമർ വിചാരിക്കും ഈ സാധനത്തിന് ഇത്രയും റേറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഇപ്പോൾ ഒരു സപ്പോസ് ഞാൻ പറയാം, 1000 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 800 രൂപയ്ക്ക് ഒരു കടയിൽ കൊടുത്തിട്ട് അവനാണെങ്കിൽ ഒരു 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവന് അതിനകത്തു നിന്നുള്ള ലാഭം ഇല്ല. അവൻ വിറ്റ് തീർക്കും. അവൻ വിറ്റ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. വേറെ കടയിലാണെങ്കിൽ വിറ്റ് കൊടുക്കാൻ കഴിയും. അങ്ങനെ മാർജിൻ അടിച്ച് യാത്ര കച്ചവടം ചെയ്യുന്നവരെ നമ്മളത് സപ്പോർട്ട് ചെയ്തില്ല. അത് 1-2 കടക്കാരുണ്ട്, അത് പിന്നെ അവരുടെ കാര്യം, അത് നമുക്കൊരു വിഷയമല്ല. എന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്യും. നമ്മുടെ കട പക്ഷേ കറക്റ്റ് MRP ഉള്ളൂ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പറയുന്ന ടെറിയുടെ ഒക്കെ റേറ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ടെറിയുടെ റേറ്റും സ്ട്രീക്കിൻ്റെ റേറ്റും ഒക്കെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ആ കറക്റ്റ് MRP റേറ്റിനകത്ത് വരുന്ന ഒരു കോംബോ ആണ് ഈ 2500 നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സ്പിന്നിങ്ങിൻ്റെ സെറ്റാണ് 2500 സ്പിന്നിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് സോൾ സ്റ്റിക്കുകളൊക്കെ ചെയ്യുന്ന വേറെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ പിന്നെ അതെല്ലാം ഒന്നും കാണിക്കുന്നത്. 2500 രൂപയുടെ സ്റ്റിക്ക് നമ്മുടെ ഉണ്ട്. ഇനി ബൈക്കാസ്റ്റിന് കാണിക്കാം. അപ്പം നിലവിൽ ഇത് 1000 രൂപയ്ക്കാണ് ഞാൻ ഈ മിഷൻ ഷോപ്പിൽ കൊടുക്കുന്നത്. ഇത് 1200, 1250 വരെ പല ഷോപ്പിലും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് താത്ത് കൊടുക്കുന്നത് അല്ല, നമുക്കിത് കൊടുക്കാനുള്ള MRP ഡീറ്റെയിൽസ് തന്നേക്കുന്നത് 1000 രൂപയ്ക്കാണ്. ഇതിന് ചിലപ്പോൾ 1250 വരെ പല കടകളിലും വരും. അത് ഓരോ ഡീലർ അപ്ഡേഷൻ അനുസരിച്ചാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിത് താത്ത് കൊടുത്തതല്ല, നമുക്ക് കിട്ടിയ ഡീലർ അപ്ഡേഷൻ വെച്ചിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനനുസരിച്ച് ഒരു 900 രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു റോഡ് വരും, ഒരു ബ്രൈഡൽ ലൈന്, 2 ഫ്രോഗ്, പിന്നെ ലീഡർ ലൈന്, സ്നാപ്പർ സിവിൽ സാധനം എല്ലാം കൂടെ 2500 രൂപ ബഡ്ജറ്റ് നമുക്ക് ഈ റോഡ് വെച്ച് ചെയ്തു തരാം. അതേപോലെ ഈ റോഡ് വെച്ചും ചെയ്തു തരാം. ഇത് 7 ഫീറ്റും ഇത് 6 ഫീറ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു 2500 രൂപ ബഡ്ജറ്റ് കോംബോ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഒരു 7 ഫീറ്റിൻ്റെ തന്നെ റോഡാണ്. ഇതിന് പക്ഷേ ഒരു 200 രൂപയുടെ ഡിഫറൻസ് വരും. അപ്പോൾ 2700 വരും. ഇത് ഇച്ചിരി കൂടെ പവറുള്ള റോഡാണ്. അപ്പോൾ ആ ഒരു 3 റോഡുണ്ട്. ഇത് 3 അല്ല, നമ്മുടെ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു 2500, 2700 സെറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മുടെ ലെഫ്റ്റ് മാത്രമേ നിലവിൽ അവൈലബിൾ ഉള്ളൂ. റൈറ്റ് സൈഡ് നമ്മളിപ്പം നിലവിലില്ല. എന്നാലും വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റീലുകൾ വേറെ ഉണ്ട് ആ ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതിനകത്തിന് വേറെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഈ ബ്രൈഡ് ആണെങ്കിലും ഫ്രോഗ് ആണെങ്കിലും എല്ലാം വേറെ മോഡലുകൾ, ഈ ബഡ്ജറ്റിൽ വരുന്ന വേറെ മോഡലുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. മിഷൻ ആണെങ്കിലും റോഡാണെങ്കിലും അതേപോലെ തന്നെ ബഡ്ജറ്റ് സെയിമിൽ വ്യത്യാസം വരുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2500 ബഡ്ജറ്റിൽ സ്പിന്നിങ്ങും തരാം, ബൈക്ക് കാസ്റ്റും തരാം. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം കൂട്ടിയാൽ മതി. നമ്മൾ വേറെ ഇതൊന്നും പറയുന്നില്ല. ഇതേ ബഡ്ജറ്റ് എല്ലാ കടയിലും കിട്ടും, നമ്മുടെ കടയിലും കിട്ടും. നമ്മുടെ കടയിൽ കിട്ടുമ്പോൾ ഒരു 6 മാസം വാറണ്ടി. അത് എൻ്റെ മാത്രം ഇത് വെച്ച് ചെയ്യുന്ന, അല്ലാണ്ട് വേറെ ഒന്നും. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അയച്ചു തന്നാൽ മതി. നമ്മൾ സർവീസ് ചെയ്ത്, ഫ്രീ സർവീസ് അല്ല, പെയ്ഡ് സർവീസ്. എനിവേ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.